സുധിയേട്ട, നമ്മുടെ അച്ഛൻ എവിടെയാണെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ടു പോവാ സുധിയേട്ട. സിദ്ധു, എല്ലാം ഞാൻ അറിഞ്ഞു. എല്ലാം എനിക്ക് മനസ്സിലായി. അവര് നമ്മുടെ അച്ഛനെ ചതിച്ചതാണെന്ന്. അതെ സിദ്ധു. അച്ഛൻ വന്നോ? ഇല്ല. വിളിച്ചില്ലേ? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇത്തിരി നേരം ഒറ്റക്കിരിക്കട്ടെ മോളെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പാവം, എന്റെ അച്ഛൻ അത്രയ്ക്ക് തളർന്നിട്ടുണ്ട് സിദ്ധു. ആ സ്വരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായി. അച്ഛൻ എവിടെയാണെന്നോ മറ്റോ പറഞ്ഞോ? കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ ബീച്ച് സൈഡിൽ എവിടെയോ ആണ്. തിരമാലയുടെ ശബ്ദം ഞാൻ ഫോണിലൂടെ കേട്ടിട്ടുണ്ടായിരുന്നു. സിദ്ധു, അച്ഛനൊന്ന് കണ്ടുപിടിക്കോ? എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാ ഞാൻ സിദ്ധുവിനോട് അപേക്ഷിക്കുന്നത്. ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയില്ലാതെ മരണമുൻപിൽ നിൽക്കുന്ന അവസ്ഥയിൽ അച്ഛൻ എന്തേലും അവിവേകം കാണിക്കുമെന്ന എനിക്ക് പേടി. ഏയ്, അങ്ങനൊന്നും ചിന്തിക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ അച്ഛനെ വിളിക്കാം. എന്നിട്ട് വേണ്ടതൊക്കെ ചെയ്യാം. ദേവിക ധൈര്യമായിട്ടിരിക്കെ. മോനെ, അച്ഛനത് എവിടെയാ? അച്ഛാ പറയ് പ്ലീസ്. ദേവിക്ക് ആകെ സങ്കടത്തില. വീട്ടിലുള്ളവരെല്ലാവരും അതേ അവസ്ഥയില. ഞാൻ എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ആലോചിക്കുക. എവിടേക്ക്? ആരും കണ്ടുപിടിക്കാത്ത ഒരിടത്തേക്ക്. അച്ഛനൊന്ന് ചുമ്മാതിരുന്നേ. അതിനിപ്പോ ഇവിടെ എന്ത് സംഭവിച്ചു? അച്ഛൻ എവിടെയാണെന്ന് പറയും. അത് അച്ഛാ, വെറുതെ എന്റെ ഹൃദയത്തിന്റെ താളം തെറ്റിക്കരുത്. അച്ഛൻ എവിടെയാണെന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം. മോനെ, നീ അച്ഛൻ എന്നോട് അല്പമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പറയും.